ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഗുരുനാനാക്കും ശിഷ്യരും കൂടി ഒരു ഗ്രാമത്തിലെത്തുന്നുണ്ട്. ആ ഗ്രാമം വളരെ സുന്ദരമായിരുന്നു. അവിടെയുള്ളവർ തമ്മിൽ വലിയ സ്നേഹവും കരുതലുമുള്ളവരായിരുന്നു. മോഷണമോ അക്രമമോ കൊലപാതകമോ ഏതു വിധമെങ്കിലുമുള്ള അനീതിയോ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കൊച്ചു സ്വർഗം തന്നെ. ശിഷ്യന്മാർക്കെല്ലാം ആ ഗ്രാമം വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഗുരു പറയുന്നുണ്ട്, നമുക്കെത്രയും വേഗം ഈ ഗ്രാമം നശിപ്പിക്കണം. ശിഷ്യർ അത്ഭുതത്തോടുകൂടി നോക്കി. അവർ അവിടെ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു. ആ ഗ്രാമമാകട്ടെ ഒരു നരകമായിരുന്നു. എല്ലാവിധ മ്ലേച്ഛതകളും അനീതികളും അക്രമവുമുള്ള ഒരു ഗ്രാമം. ഒരുവനെ വധിക്കുവാൻ യാതൊരു മടിയുമുണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ ആ ഗ്രാമത്തിൻ്റെ സ്ഥിതി കണ്ട് കരഞ്ഞുപോയി. എന്നാൽ ഗുരു പറയുന്നുണ്ട്, നമുക്ക് ഈ ഗ്രാമം സംരക്ഷിക്കണം. അവർ തിരികെ ആശ്രമത്തിലെത്തുന്നുണ്ട്. ശിഷ്യർ ഗുരുവിനോട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം അന്വേഷിച്ചു. ഗുരു പറയുന്നുണ്ട്, ആദ്യ ഗ്രാമത്തിലുണ്ടായിരുന്നവർ വളരെ നല്ലവരായിരുന്നല്ലോ. അവർ മാത്രം അങ്ങനെ നല്ലവരായി ജീവിച്ചാൽ മതിയോ? അവരുടെ ജീവിതശൈലി മറ്റുള്ളവരും അറിയണം. അതിന് അവർ മറ്റ് സ്ഥലങ്ങളിൽ ജീവിക്കാൻ ഇടയാകണം. അത് സാധിക്കുന്നതിന് ആ ഗ്രാമം നശിച്ചുവെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അവർ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യും. അങ്ങനെ അവരുടെ മഹത്തായ ജീവിതശൈലി മറ്റുള്ളവർക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ രണ്ടാമത്തെ ഗ്രാമത്തിലുള്ള മനുഷ്യർ എവിടെയെങ്കിലും പോയാൽ ആ സ്ഥലം കൂടെ നശിക്കും. അവർ എങ്ങും പോകാൻ പാടില്ല. അതിനാണ് ആ ഗ്രാമത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത്. പ്രിയമുള്ളവരെ, നന്മകൾ എല്ലായ്പ്പോഴും നമ്മെ സന്തോഷിപ്പിക്കും. തിന്മകൾ നേരെ വിപരീതമാണ്. സന്തോഷം മാത്രമാണ് എല്ലായ്പ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും. സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളൊന്നും നമുക്ക് ഉണ്ടാകരുത് എന്നുള്ള അതിയായ ആഗ്രഹവുമുണ്ട്. പരിപൂർണമായ ഒരു സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യമല്ലേ നന്മകൾ ഉണ്ടാക്കിയെടുക്കുക എന്നത്. തിന്മകൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്നതെല്ലാം ഭംഗിയുള്ളതായി തോന്നുന്നുവെങ്കിലും കൂടെയുള്ളവർക്ക് അതത്ര ഭംഗിയായി തോന്നണമെന്നില്ലല്ലോ. ലഹരിയുടെ പിടിയിലമർന്ന് ജീവിക്കുന്ന ഒരു തലമുറ, അവർക്ക് ലഭ്യമാകുന്ന കുറഞ്ഞ നേരത്തെ ആസ്വാദനം കൊണ്ട് അവർ അനുഭവിക്കുന്ന സുഖം അവർക്ക് തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ അതുമൂലം ഈ ലോകത്തിന് ഉണ്ടാകുന്ന നഷ്ടത്തിനെ എങ്ങനെ വിവരിക്കാനാകും? നന്മകൾ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന വലിയ ഒരു കൊട്ടാരം നാശത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുവാൻ ഒരൊറ്റ തിന്മ മാത്രം മതിയാകുന്നതല്ലേ? കടൽ തീരത്തുപോയി മണൽ കൊണ്ട് കൊട്ടാരമുണ്ടാക്കുന്ന ആളുകളുണ്ട്. ആ കൊട്ടാരത്തിന് അധിക നേരം ആയുസ്സില്ല എന്ന കാര്യം അവർക്ക് നല്ലപോലെ അറിയാം. എങ്കിലും കുറഞ്ഞ നേരത്തെ ആസ്വാദനത്തിന് വേണ്ടി പണി തീർക്കുന്ന ആ കൊട്ടാരം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന അല്പനേരത്തെ സന്തോഷം മാത്രമല്ലേ കിട്ടുകയുള്ളൂ? ഇതുപോലെയല്ലേ തിന്മകളും? കുറഞ്ഞ നേരത്തെ ആസ്വാദനത്തിന് വേണ്ടി നാം ചെയ്തു കൂട്ടുന്ന ഓരോ തിന്മകളും നാളെയുടെ ലോകത്ത് നമുക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. നന്മകളിൽ മാത്രം മുഴുകുന്ന ആളുകൾക്ക് പരിഹാസങ്ങളും കുത്തുവാക്കുകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ തിന്മ കൊണ്ട് ഈ ലോകത്തിന് എന്ത് പ്രയോജനമുണ്ടായിട്ടുണ്ട് എന്നതും, തിന്മകൾ കാരണത്താൽ വിജയത്തിലെത്തിയ എത്ര ആളുകളെ നമുക്ക് കാണിച്ചു തരാനും സാധിക്കും. ജനങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി കൊന്നുതള്ളിയ ഹിറ്റ്ലറും മുസോളിനിയും അധിനിവേശാസക്തി പൂണ്ട അലക്സാണ്ടറും ഈ ലോകത്തിന് നൽകുന്ന ഉപദേശങ്ങൾ എന്താണ്? ഇബ്രാഹിം നബിയെ തീക്കുണ്ടാരത്തിലിട്ട നമ്രൂദും ലോകത്തിൻ്റെ നാഥനെന്ന അഹങ്കാരത്തിൻ്റെ ധ്വനി മുഴക്കിയ ഫിർഔനും ഈ ലോകത്ത് തിന്മകൾ കൊണ്ട് ഒന്നും സമ്പാദിച്ചില്ല. നന്മകൾ കൊണ്ട് മാത്രം ഫലം കാണുന്ന ഒരു ലോകമാണിത്. നന്മ ചെയ്യുവാൻ ധൃതി കൂട്ടിയ ഒരു സമുദായം നമുക്ക് മുൻപേ കടന്നുപോയിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഉറക്കം അവരെ പിടികൂടുന്നതിന് പകരം തൻ്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരുന്നവരാണ് അവർ. നന്മകൾ കൊണ്ട് മാത്രം ചരിത്രം രചിക്കാൻ ശ്രമിച്ച നമ്മുടെ മുൻഗാമികൾ ഈ ലോകത്തിന് ഏറ്റവും വലിയ മാതൃകകളാണ്. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ഒരു വാക്യമുണ്ട്, വമാ യസ്തവിൽ അഅ്മാ വൽ ബസ്വീർ. അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ലല്ലോ.
നാഥൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.